ഹായ്, ഞാൻ ഡോക്ടർ സിജി ബ്രിങ്കിൾ, ക്രിസ്ത്യൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 8-10 വർഷം എങ്ങാണ്ട്, 8 to 10 years സമയത്ത് ഒരു പെൺകുട്ടി ഒരു പയ്യൻ സ്നേഹിച്ചു. അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിച്ചു, 2-3 വർഷം ഒരുമിച്ച് ജീവിച്ചു. ഈ പെൺകുട്ടി ആ പയ്യനോട് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, മെൻ്റലി ഭയങ്കര ഡിപ്പെൻഡൻറ്റുമാണ് ആ പയ്യനിൽ. പക്ഷെ ഇപ്പോൾ ആ പയ്യന് ആ പെൺകുട്ടിയെ ആവശ്യമില്ല. എങ്ങനെയെങ്കിലും അവൾ ഉപേക്ഷിച്ച്, ആക്ച്വലി ഹീസ് ബിഹൈൻഡ് സം അതർ ഗേൾസ്, മറ്റൊരു പെൺകുട്ടിയുമായിട്ട് 1-2 പെൺകുട്ടികളുമായിട്ട് ഇയാൾ സൗഹൃദത്തിലും ഇഷ്ടത്തിലുമൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണം. അപ്പോൾ ഈ പെൺകുട്ടിയെ മദ്യപിച്ചിട്ട് വന്ന് ചവിട്ടും, ഉപദ്രവിക്കും, ഒത്തിരി പെൺകുട്ടി സഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ആത്മഹത്യയെ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചായിരുന്നു. ആദ്യത്തെ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ദെൻ അഗൈൻ വീണ്ടും വിളിച്ചു. പിന്നെ ഈ കുട്ടി 1-ലധികം തവണ രാത്രി എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. അവളുടെ നിസ്സഹായ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ശരിക്കും അതിനുശേഷമാണ് ഈ പെൺകുട്ടി എന്നോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങി. വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ജീവിതത്തിൽ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് ഈ ഒരു പയ്യൻ്റെ കൂടെ ഇറങ്ങി വന്നു, വേറെ ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ. ആ പയ്യനാണെങ്കിൽ ഇപ്പോൾ ശരിക്കും ഈ പെൺകുട്ടിയെ വേണ്ടാത്തൊരവസ്ഥ. അപ്പോൾ പലതവണ അങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ആക്ച്വലി കൗൺസിലിങ്ങിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞായിരുന്നു, എന്ത് ചെയ്തിട്ടും അവൾക്ക് അയാളെ മറക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി അയാൾക്ക് ഇവളെ വേണ്ട, പക്ഷേ ഈ പെൺകുട്ടിക്ക് തിരിച്ച് എത്ര ഉപദ്രവിച്ചാലും, ആ പെൺകുട്ടി എന്നോട് ഇങ്ങനെ ഇതേ വാക്കുകളാണ് പറഞ്ഞത്, എന്നെ എത്ര അടിച്ചാലും, എന്നെ എത്ര ഉപദ്രവിച്ചാലും പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് അറിയാണ്ട് എൻ്റെ സ്നേഹം ഇങ്ങനെ വീണ്ടും അദ്ദേഹത്തോടുള്ള സ്നേഹം വരും. ശരിക്കും ഇത് ഒരു ഫാമിലിയിലും ആ ഒരു പെൺകുട്ടിയിലും മാത്രം ഞാൻ കണ്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. 1-ലധികം കുടുംബങ്ങളിലും 1-ലധികം വ്യക്തികളും എന്നെ പലപ്പോഴും വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടും ശ്രദ്ധിച്ചിട്ടുമുള്ളൊരു സിറ്റുവേഷനാണിത്. അവരെ വേണ്ടാത്ത, അല്ലെങ്കിൽ മറ്റൊരാൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഒരു ബന്ധത്തിൽ നിന്നും ഇവർക്ക് ഒരു കാരണവശാലും പുറത്തു വരാൻ കഴിയുന്നില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രാപ്പ്. അവർ മെൻ്റലിയും ഇമോഷണലിയും ഒക്കെ ഒരു ട്രാപ്പായ ഒരു സിറ്റുവേഷനാണ് അതിനകത്ത്. അപ്പോൾ ശരിക്കും എന്നോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാനും അതിനകത്ത് നിന്ന് കൗൺസിലിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ ഇമോഷണലി ഒരു ബന്ധത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി വർഷം സ്നേഹിച്ചു, മനസ്സിനകത്ത് സ്നേഹം കീപ്പ് ചെയ്തു, അത് ഏതൊരു ബന്ധത്തിൽ വേണമെങ്കിലും ആകാം, മേ ബി ഹസ്ബൻഡ്, വൈഫ്. ഞാനിത് തന്നെ ഓർഫനേജിലും ഓൾഡ് ഏജ് ഹോമിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് അവിടെയും ഞാൻ കണ്ടിട്ടുള്ള ഇതാണ്, മക്കൾ ഉപേക്ഷിക്കപ്പെട്ട പാരൻസ്. അവർ ഇമോഷണലി ഇപ്പോഴും മക്കളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല, ഒന്ന് ചിരിക്കാൻ കഴിയുന്നില്ല. അവർ ഭയങ്കരമായിട്ട് ചിലർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നവരുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി അവരുടെ സുഖങ്ങളും അവരുടെ എല്ലാം ത്യജിച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് മക്കൾ ഉപേക്ഷിച്ച് കഴിയുമ്പോഴുള്ള ഒരു ദേഷ്യം ചിലർ പ്രകടിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. ചിലർ ഡിപ്രഷനിലാകാറുണ്ട്, ചിലരൊന്നും മിണ്ടത്തില്ല, ഇങ്ങനെ മൗനമായിട്ട് നമ്മളെ കണ്ടാലും ചിലരുടെ മുഖത്തൊരു ചിരി പോലും വരത്തില്ല. അമ്മാതിരി അവരുടെ മൈൻഡ് ഉണ്ടല്ലോ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരിൽ കാണുന്നതാണ് ഈ ഇമോഷണൽ പ്രോബ്ലം. ഇതിനകത്ത് ശരിക്കും ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം ഞാൻ നമുക്ക് പറഞ്ഞു തരാം. ഇമോഷണൽ ഡീറ്റാച്ച്മെൻ്റ് എന്ന് പറയും. നമ്മൾ ഒരു വ്യക്തി അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ പരസ്പരം ഒരു റിലേഷൻ ആകുന്നത് മെയിൻലി ഇമോഷണലിയാണ് ആദ്യം. മേ ബി നമ്മുടെ മക്കളായിട്ടായിരുന്നാലും, ഹസ്ബൻഡ്, വൈഫ്, സഹോദരങ്ങൾ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അപ്പൻ, അമ്മ, ഫ്രണ്ട്സ്, നമ്മളെല്ലാം പരസ്പരമുള്ള ബന്ധങ്ങളെല്ലാം വരുന്നത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനകത്ത് സ്നേഹം കാണും, സന്തോഷം കാണും, പിന്നെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളത് പ്രകടിപ്പിക്കും, ഭയം, ഇതെല്ലാം നമ്മുടെ ഒരു ഇമോഷണൽ ഒരു ബോണ്ടാണത്. ശരിക്കും ഒരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ പരസ്പരം പ്രകടിപ്പിക്കുന്ന ഇമോഷൻസാണ് ഇതൊക്കെ. പക്ഷെ ഇതിനകത്ത് നിന്ന് ഒരാൾ ഉപേക്ഷിച്ച് പോകുമ്പോഴത്തേക്കും ഒരാൾ മെൻ്റലി ഫുൾ കട്ട് ചെയ്തിട്ട് മാറുകയാണ്. ഓക്കെ, എനിക്കിനി നിന്നെ ആവശ്യമില്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ദിസ് റിലേഷൻ എന്ന് പറഞ്ഞ് ഒരാൾ മാറുമ്പോഴത്തേക്കും ദി അതർ പാർട്ട്, അടുത്ത് നിൽക്കുന്ന ആൾ മേ ബി അമ്മയായിരിക്കാം, അപ്പനായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ഒത്തിരി വർഷം സ്നേഹിച്ച് ഡീപ്പായിട്ട് സ്നേഹിച്ച് അവരുടെ ഹൃദയത്തിനകത്ത് എൻ്റെതാണ്, ഓക്കെ, ഇത് എൻ്റെ കുഞ്ഞാണ്, എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ വൈഫാണ്, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബ്രദറാണ്, എൻ്റെ സിസ്റ്ററാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്തിട്ട് നമ്മളൊന്നും ഒരു തരത്തിൽ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാൾ നമ്മളെ ബ്രേക്ക് ചെയ്ത് ഉപേക്ഷിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഹാർഡ്ഷിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓക്കെ, ഇതിലിപ്പോൾ എത്ര വലിയ ബുദ്ധിമുട്ട്, എന്താ ഒരു നോ പറഞ്ഞാൽ പോയാൽ പോരെ,
എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു ഇമോഷണൽ ബോണ്ട് ഡീപ്പായി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പുറത്തു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് കൂടുതൽ പേരും സൂസൈഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇമോഷണലി അവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പക്ഷേങ്കിൽ ആ ഒരു വ്യക്തി മാത്രമേ കാണത്തുള്ളൂ. പെട്ടെന്ന് അതിൽ നിന്ന് ഒരാളങ്ങ് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഭയമുണ്ടാകും, ദേഷ്യമുണ്ടാകും, നിരാശയുണ്ടാകും, വേദന ഉണ്ടാകും. മീൻസ് അത് ആ ഒരു പെയിൻ എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് ചെറിയ പെയിൻ അല്ല. ഒരാൾ പിരിഞ്ഞു പോകുമ്പം ഉണ്ടാകുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത് അത് എക്സാക്ട്ലി ലൈക്ക് ഒരു മരണദുഃഖം പോലെയാണ്. മീൻസ് ഒരു പകുതി അങ്ങ് പിരിഞ്ഞു പോവുകയാണത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മറ്റേ ആൾക്ക് ഉപേക്ഷിക്കപ്പെട്ടു പോയതല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഡീറ്റാച്ച് ചെയ്യുക. അപ്പം നമ്മൾ ഒരു പക്ഷേങ്കിൽ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിയ ആളായിരിക്കും. നമ്മുടെ വേദനകൾ, നമ്മുടെ ഇഷ്ടം, നമ്മുടെ സ്നേഹം, ഈവൻ നമ്മുടെ ഏറ്റവും മോശം ഇമോഷൻസ് എന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന വൈരാഗ്യങ്ങൾ, ദേഷ്യങ്ങൾ എല്ലാം പ്രകടിപ്പിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഒരു ഗ്യാപ്പ് ഇടുക. നമ്മൾ ഇത്രയും ദിവസം അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മീൻസ് ഇടയ്ക്ക് വിളിക്കുമായിരുന്നോ? ബ്രേക്ക് ചെയ്യുക. സംസാരിക്കുമായിരുന്നോ? ബ്രേക്ക് ചെയ്യുക. ഗ്യാപ്പിട്ട് വരിക നമ്മൾ. എങ്കിൽ മാത്രമേ നമുക്ക് ഇമോഷണലി ഇതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയത്തുള്ളൂ. ഞാൻ നേരത്തെ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? രാത്രി ഹസ്ബൻഡ് വരുന്നു, മദ്യപിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, ചവിട്ടുന്നു, തൊഴിക്കുന്നു. ഈവൻ ആ പെൺകുട്ടിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷേ സ്റ്റിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു 10-12 വർഷം സ്നേഹിച്ച ഒരു പുരുഷനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഷീ സ്റ്റിൽ ലവിങ് ഹിം ബാക്ക്. അപ്പം അത് ആദ്യം നമ്മൾ മെന്റലി, ഫിസിക്കലി ഒരു പക്ഷേങ്കിൽ പെൺകുട്ടിക്ക് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ പുറത്തു വരാൻ കഴിയത്തില്ല. ചില റിലേഷൻ ഒറ്റയടിക്ക് ഫിസിക്കലി പുറത്തു വരാൻ കഴിയത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇമോഷണലി നമ്മൾ ബാക്കിലോട്ട് വരിക. നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നത് കുറയ്ക്കുക. നമ്മുടെ ഇമോഷൻസ് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾക്കൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടല്ലോ, ഓക്കെ അവർ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് എല്ലാം നമ്മൾ ഗ്രാജുവലി കുറച്ച് വരിക. അപ്പം അന്നേരം തന്നെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ഓൾറെഡി ഇമോഷണലി നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ, അവർ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും നമുക്ക് പെട്ടെന്ന് അത്ര ഹേർട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നും, നമുക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നും. ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും ഞാൻ ഇത്രയും കരുതിയിട്ടും എന്നെ തിരിച്ച് ഇങ്ങനെയാണല്ലോ ചെയ്തതെന്നൊരു ചിന്ത നമുക്ക് വരും. അപ്പം അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇപ്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മെന്റലി നമ്മളിങ്ങനെ സംസാരിക്കാതാകുമ്പോഴത്തേക്കും, വിളിക്കാതാകുമ്പം, നമ്മൾ ഒക്കെ നമ്മുടെ വിഷമങ്ങളൊന്നും പങ്കുവയ്ക്കാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനിടയ്ക്കൊരു ഗ്യാപ്പ് വരും. ശരിക്കും ഈ ഗ്യാപ്പ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു ചായ്വ് വരും. പെട്ടെന്നൊരു വിഷമം വരുമ്പോൾ ഓക്കെ പെട്ടെന്നൊന്ന് വിളിക്കാം, കേൾക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് അറ്റാച്ച് ചെയ്യണം. പല പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിലൊക്കെ തകർച്ച വരുമ്പോഴത്തേക്ക് സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും ആർക്കായിരുന്നാലും സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരിടത്തൊരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് ഇവരെന്തെന്ന് പറയുക, വേറൊരാളുമായിട്ട് അറ്റാച്ച് ചെയ്യും. വേറൊരു വ്യക്തിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. ചിലപ്പം അത് ചതിക്കുഴികളായിരിക്കാം, ചിലപ്പോൾ അതൊരു ജീവനെ തന്നെ എടുക്കുന്ന ഇതായിരിക്കാം. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ നമ്മുടെ കരിയറിലോട്ടോ, നമ്മുടെ ഹോബീസിലോട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മറ്റു വ്യക്തികളിലോട്ടോ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇമോഷണൽ ഗ്യാപ്പ് അത് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വേറൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും, അവർ കളഞ്ഞിട്ട് പോയതാണെന്നും നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ വീണ്ടും അവരെ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ ശരിക്കും നമ്മൾ വേറൊരു ഇടത്തേക്ക് റൂട്ട് ചെയ്ത് വിടണം. റൂട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണ ഞങ്ങൾ പറയാറുണ്ട്, ഓക്കെ നിങ്ങൾ അങ്ങനെ ഒരു ഇമോഷണലി ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാൻ തോന്നുന്ന ടൈമിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആക്ച്വലി ആസ് എ ക്രിസ്ത്യൻ കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ ഇവരെ എന്താണെന്നറിയോ ഈ ഗ്യാപ്പിനെ പിടിച്ച് കർത്താവിൻ്റെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത്. കാരണം യേശു കർത്താവിന് നമുക്കിപ്പോൾ ഏത് സമയത്ത് നമുക്ക് കർത്താവിനെ വിളിക്കാം, ഏത് സമയത്ത് നമുക്ക് കർത്താവിനോട് സംസാരിക്കാം. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ഭാരങ്ങളും ഒക്കെ നമുക്ക് ഏത് സമയത്ത് നമുക്ക് കർത്താവുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ആ ഒരു ഗ്യാപ്പ്, ആ ഒരു വോയിഡ്നെസ് അത് അവിടെ തന്നെ നിൽക്കും. കാരണം വേറൊരാൾ ഫില്ലാകുന്നത് വരെ അതൊരു പ്രശ്നമാണ്. ആ സമയത്തെല്ലാം നമ്മൾ മെന്റലി നമ്മൾ ഒരു ചെയ്യുന്നൊരു സ്ട്രഗിളുണ്ട്. ഈ പെയിന് അങ്ങനെ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകത്തൊന്നുമില്ല. ചിലപ്പോൾ ആദ്യം ദേഷ്യം കാണും, ചിലപ്പോൾ വിഷമം കാണും, പിന്നെ സ്ലോലി ഇത് മാറിയിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് റൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു വിഷമ സമയത്ത് ഒരു പക്ഷേങ്കിൽ നമ്മുടെ ഹോബിയിലോട്ട് ഏർപ്പെടാൻ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഒരാളിനെ കിട്ടിയെന്ന് വരത്തില്ല. ആ സമയത്താണ് ഞാൻ പറയുന്നത് നമുക്ക് ഏത് സമയത്തും അടുത്ത് പോകാൻ പറ്റുന്ന ഒരു യേശു കർത്താവുണ്ട്. ഞാൻ ബൈബിൾ പഠിപ്പിക്കുന്നത് ഏത് സമയത്തും, രാവെന്നില്ല പകലെന്നില്ല, നമ്മുടെ വിഷമങ്ങളുമായിട്ട് നമ്മുടെ വേദനകളുമായിട്ട് ഏത് സമയത്ത് നമുക്ക് പോയി ചെന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന യേശുവെ എന്ന് വിളിച്ചാൽ നമുക്ക് വി ക്യാൻ ഫീൽ ഹിസ് പ്രസൻസ്. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട്, നമ്മളെ കാണുന്ന കണ്ണുകളുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ ഹൃദയത്തിന് ആക്ച്വലി ഉണ്ടല്ലോ
ആ ഒരാൾ നമ്മളെ പിരിഞ്ഞു പോയി, നമ്മൾ ഉപേക്ഷിച്ചു പോയ ആ വേദന, കർത്താവ് പറയുന്നത് ഓക്കെ നിന്നെ എല്ലാവരും ഉപേക്ഷിച്ചു പോയിക്കോട്ടെ, പക്ഷെ ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട്, നരയ്ക്കുമ്പോഴും ഞാൻ നിന്നെ ചുമക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ആരൊക്കെ ഉപേക്ഷിച്ച് പോയാലും ആ ഗ്യാപ്പിന് ഫില്ല് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് ഇറ്റ്സ് ജീസസ്. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലോട്ട് വന്നാലുണ്ടല്ലോ, നമുക്ക് പിന്നെ നമ്മളെ ഒരാൾ ഉപേക്ഷിച്ച് പോയി, നമ്മൾ വിട്ടുപോയി, നമ്മുടെ ബന്ധങ്ങൾ തകർന്നു പോയി അങ്ങനെ പറഞ്ഞിട്ട് ഒരു വേദന നമുക്കുണ്ടാകത്തില്ല. കാരണം കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ പറയും ഇത് 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 ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഈസി ആയിട്ടുള്ള കാര്യം അല്ല അത്. ആ ഒരു പെയിനിൽ കൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. കാരണം അത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് ഒരാൾ ഓക്കെ ഐ ഡോണ്ട് നീഡ് യു എന്ന് പറഞ്ഞ് ഇത്രയും കാലം കൂടെ ഇരുന്നിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സിറ്റുവേഷൻ, മേ ബി ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. നമ്മുടെ ഈ ഇപ്പോഴത്തെ പ്രായത്തിലുള്ള കുട്ടികൾക്കെല്ലാം അവർ ഭയങ്കര ഡീപ്ലി അറ്റാച്ച്ഡ് ആണ്. പെട്ടെന്ന് ഒരു ഫ്രണ്ട് വിട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം മേ ബി ലവേഴ്സ് ആയിരിക്കാം, ഒരാൾ വിട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് ഒക്കെ ഇമോഷണലി പെട്ടെന്ന് അറ്റാച്ച്ഡ് ആകാനായിട്ട് ആരും കിട്ടത്തില്ല. സോ അവർ തിങ്ക് ചെയ്യുന്നത് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു, അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ആകെ ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ. എന്തുകൊണ്ടാണ് ഇവർ കൊലപാതകത്തിലേക്ക് പോകുന്നത്? കാരണം ഇവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം ഇമോഷണലിയാണ്. ഇമോഷണലിയാണ് ഇവർ ബ്രേക്ക് ആയത്. ആ സമയത്ത് ഇവർക്ക് തോന്നും, ഇവർക്ക് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് വിഷമം വരും, ഭയങ്കരമായിട്ട് ആങ്സൈറ്റി വരും. അപ്പോൾ ഓക്കെ എന്നെ ഇമോഷണലി ബ്രേക്ക് ചെയ്തെങ്കിൽ ഐ ഷുഡ് ഡു സംതിങ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊലപാതകത്തിലോട്ടൊക്കെ ചാടി പുറപ്പെടുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവിനേക്കാൾ മാരകമാണ് നമുക്ക് ഇമോഷൻസിന് ഉണ്ടാകുന്ന ഹേർട്ട് എന്ന് പറയുന്നത്, അതിലൂടെ ഉണ്ടാകുന്ന ദേഷ്യം എന്ന് പറയുന്നത്. സോ ബ്രോക്കൺ ആണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോയി, പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രാക്ടീസ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, ഈ സ്നേഹം ആർക്ക് കൊടുക്കുക? കർത്താവിന് കൊടുക്കുക. യേശു കർത്താവിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഹോബീസോ കരിയറോ, ബട്ട് ഓൾ ദിസ് ആർ ടെമ്പററി. ഒരു പെർമനന്റ് സൊല്യൂഷനായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് യേശു കർത്താവിനേ ഉള്ളൂ. നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും പിടിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, ഏത് സമയത്തും നിങ്ങൾ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോയാൽ പോലും നിങ്ങളുടെ പുറകെ വരുന്ന കർത്താവാണ്. പത്രോസ് യേശു കർത്താവിൻ്റെ കൂടെ നടന്നതാണ്. യേശു കർത്താവിന് ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് അവിടെ ഭയം കൊണ്ടാണ് പത്രോസിന് യേശു കർത്താവിനെ അറിയില്ല എന്ന് തള്ളി പറയേണ്ടി വന്നത്. പക്ഷെ സ്റ്റിൽ യേശു കർത്താവ് തിരിച്ചു വന്നു. അപ്പം നമ്മളെ ഈ ലോകത്തിലുള്ള മനുഷ്യർ ഉപേക്ഷിച്ച് പോകുമായിരിക്കും, പക്ഷെ നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മൾ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, യു ക്യാൻ കോൾ മീ ഓർ യു ക്യാൻ കോൺടാക്ട് മീ ത്രൂ വാട്സ്ആപ്പ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. God bless you.